നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26, 2025 വെള്ളി. അങ്ങനെ ഇന്നും തുടർന്ന നഷ്ടത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിൽ ഈ ആഴ്ച നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി നഷ്ടത്തിലേക്ക് നയിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. ഇന്ന് നിഫ്റ്റിക്ക് 26,144 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല 26,008 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യാതെ കാത്തുസൂക്ഷിക്കുവാനുമായി എങ്കിലും 99 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,042 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 367 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 172 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1171 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1701 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ONGC, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ സൺ ഫാർമ, ശ്രീറാം ഫൈനാൻസ്, ഹീറോ മോട്ടോർ കോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. മീഡിയ, മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ IT, ഫാർമ, ഇൻഫ്ര തുടങ്ങിയ മേഖലകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കുറച്ചേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ബുധനാഴ്ച ക്ലോസിംഗിൽ നിന്നും 18 പൈസയുടെ നഷ്ടത്തോടുകൂടി 89.84 എന്ന ലെവലിലാണ് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്നു മുതൽ പുതുക്കിയ റെയിൽവേ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് RVNL, IRCTC, IRFC തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ അതിശക്തമായ ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. RVNL സ്റ്റോക്കിലൊക്കെ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 12% ഉയർച്ചയും അനുഭവപ്പെടുകയുണ്ടായി. കൂടാതെ ഇൻഫോസിസിൽ പുതിയ ജോലിക്ക് കയറുന്നവർക്കുള്ള എൻട്രി ലെവൽ ശമ്പളം വർദ്ധിപ്പിക്കുകയുണ്ടായി. പ്രത്യേക സാങ്കേതിക ജോലികൾക്ക് പ്രതിവർഷം 21 ലക്ഷം രൂപ വരെ ശമ്പള പാക്കേജുകൾ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഓഹരികളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് അനലിസ്റ്റുകളും അഭിപ്രായപ്പെടുകയുണ്ടായത്. തൽഫലമായി ഇന്ന് നിഫ്റ്റി ITയിലും അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി ITക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി ITക്ക് 400 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി അഥവാ 1% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകൾക്കും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ ആഴ്ചയുടെ ആദ്യ 2 ട്രേഡിംഗ് സെഷനുകളിൽ, അതായത് തിങ്കൾ ചൊവ്വ ദിനങ്ങളിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് അതിശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ ബുധനാഴ്ച നേട്ടമൊന്നും കൈവരിച്ചില്ലെങ്കിലും 1 പൈസയുടെ നഷ്ടത്തോടുകൂടി ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് ചെറുത്തുനിൽപ്പ് നടത്തുവാനുമായി. എന്നാൽ ഇന്ന് ഈ ആഴ്ചയുടെ അവസാന ട്രേഡിംഗ് സെഷനിൽ $1 89.78നും 89.93 എന്നീ ലെവലുകൾക്കിടയിലായിട്ടാണ് ഇന്ത്യൻ രൂപ ട്രേഡ് ചെയ്യപ്പെട്ടതും. എങ്കിലും ക്ലോസിംഗ് ബേസിസിൽ ബുധനാഴ്ചയിൽ നിന്നും 18 പൈസയുടെ നഷ്ടം ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇന്ന് നേരിടേണ്ടി വന്ന ഇടിവാണ് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ആഴ്ചയിലെ അവസാന 3 ട്രേഡിംഗ് സെഷനുകൊണ്ട് അതിശക്തമായ ബൈയിങ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുകയുണ്ടായി. ഇത് നിക്ഷേപകരുടെയും മാർക്കറ്റിന്റെയും ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കാൻ സഹായിച്ചെങ്കിലും ഈ ആഴ്ചയുടെ ആരംഭം മുതൽ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ട്രേഡിംഗ് സെഷനുകൊണ്ട് 4,000 കോടി രൂപയ്ക്ക് മുകളിൽ വീണ്ടും അവർ സെല്ലിംഗ് അതിശക്തമാക്കുകയുമുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വീണ്ടും സെല്ലിംഗ് തുടരെ ബുധനാഴ്ച ഉൾപ്പെടെ തുടർന്നതും മാർക്കറ്റിന്റെ നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ തകർക്കുന്നതിൽ വലിയ പങ്ക് തന്നെ വഹിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം മുതൽ, അതായത് അമേരിക്ക വെനിസുലിയൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ ഉയർച്ച തന്നെയാണ് നേരിടുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും നൈജീരിയയിലെ
വ്യോമാക്രമണങ്ങളുടെ സ്വാധീനത്താൽ ഇന്ന് ആഗോള എണ്ണവിലയിൽ നേരിയ വർധനവുണ്ടായി. നമ്മൾ ഇന്ന് കണ്ടു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉയർച്ച തന്നെയായിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിന് തിരിച്ചടിയായി തന്നെ മാറി. ഇതിന്റെ എല്ലാം പ്രതിഫലനം എന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് ഇന്ന് അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് അതിശക്തമാക്കുന്ന കാഴ്ചയും ദൃശ്യമായി. എസ്പെഷ്യലി ഈ അടുത്ത കാലത്തായിട്ട് വലിയ നേട്ടം കൈവരിച്ച ശ്രീറാം ഫൈനാൻസ്, സൺ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളിലും കൂടാതെ HDFC ബാങ്ക് സ്റ്റോക്കിലും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ പ്രകടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക തന്നെയുണ്ടായി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിന് ഇന്നും നഷ്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 10 പോയിന്റുകളുടെ നേട്ടത്തിൽ ഫ്ലാറ്റായിട്ട് വ്യാപാരത്തിൽ തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിന് 3 ഇന്ന് അവധിയിലാണ്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $62.38 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.58 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില ഇന്ന് അതിശക്തമായ ഉയർച്ച ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് $4,530 പെർ ഔൺസ് എന്ന നിലയിൽ എത്തിച്ചേരുകയുമുണ്ടായി. തുടർന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് നിലവിൽ $4,522.91 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം ഗോൾഡിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ സ്റ്റീൽ നെതർലൻഡ്സിൽ അപകടകരമായ എമിഷൻസ് സംബന്ധിച്ച് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് 1.4 ബില്യൺ യൂറോയുടെ ക്ലെയിമുകൾ നേരിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് പ്രതിരോധ ഇലക്ട്രോണിക് രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും സഹകരിക്കുന്നതിന് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡുമായി ഒരു മെമ്മോറം ഓഫ് അണ്ടർടേക്കിംഗ് കമ്പനി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ കമ്പനി ഗവ്ഡയിലെ സൗരോർജ്ജ പദ്ധതിയുടെ 5 ഘട്ടങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കി. തൽഫലമായി മൊത്ത ആസൂത്രണ ശേഷി 600 മെഗാവാട്ടിലേക്കും എത്തിച്ചേർന്നു. IEX വെർച്വൽ പവർ പർച്ചേസ് കരാറുകൾക്കായുള്ള ഒരു ചട്ടക്കൂട് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. സ്റ്റൈലം ഇൻഡസ്ട്രീസ് ജപ്പാനിലെ AICA കൊഗ്യ 40% വരുന്ന ഓഹരികൾ 1525 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. GRM ഓവർസീസ് 2:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂവിനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകുകയുണ്ടായി. NBCC മുംബൈയിലെ 25 ഏക്കർ തുറമുഖ ഭൂമിയിൽ CGO സമുച്ചയം വികസിപ്പിക്കുന്നതിനായി മുംബൈ തുറമുഖ അതോറിറ്റിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.